ഭൂമിയാകുന്നു നാം എന്ന സെക്കൻഡ് യൂണിറ്റിലെ ആദ്യ പാഠമാണ് ആന ഡോക്ടർ. ഇതൊരു നോവലിൻ്റെ ഭാഗമാണ്. ആന ഡോക്ടർ എന്നാണ് നോവലിൻ്റെ പേര്. എഴുതിയത് ജയമോഹൻ. ചിത്രത്തിൽ കാണുന്ന വ്യക്തിയാണ് ജയമോഹൻ. ആന ഡോക്ടർ. ആരാണ് ഈ ആന ഡോക്ടർ? അതെ, VK എന്നറിയപ്പെടുന്ന വി കൃഷ്ണമൂർത്തി. ഡോക്ടർ വി കൃഷ്ണമൂർത്തി. ഈ നോവല് ഒരു ആധുനിക സാഹിത്യമല്ല എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. ഇത് ശരിക്കും ഒരു പുരാണമാണ്. നമ്മൾ പുരാണങ്ങളിൽ മഹാന്മാരെ ഓർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നും അർജുനൻ, കൃഷ്ണൻ, കർണൻ തുടങ്ങിയ ഓരോ മഹാവീരന്മാരെയും ഇന്നും നാം പുരാണ കൃതികളിലൂടെ ഓർക്കുന്നു. അതുപോലെ നാം ഓർക്കേണ്ട ഒരു മഹാമനുഷ്യനെക്കുറിച്ചാണ് ഈ നോവൽ പറയുന്നത്. അതുകൊണ്ട് ഈ നോവലിനെ പുരാണം എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല. 2002 ഡോക്ടർ K, അതായത് ഡോക്ടർ കൃഷ്ണമൂർത്തി മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ ഒഴിച്ച് മറ്റാരും അറിഞ്ഞില്ല. ഇന്ന് കൊല്ലം തോറും ഡോക്ടർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് ഈ ഒരു പുസ്തകത്തിൻ്റെ മികവ് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പുസ്തകത്തെ പുരാണമായി കാണുന്നതിൽ തെറ്റില്ല. ആ മഹാനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പുരാണം. ആരാണ് ഡോക്ടർ വി കൃഷ്ണമൂർത്തി? എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ലോകമറിയണമെന്ന് ജയമോഹൻ ആഗ്രഹിച്ചത്? എന്തുകൊണ്ടാണ് ഈ നോവലിനെ വീരന്മാർ അറിയപ്പെടുന്ന പുരാണങ്ങളെപ്പോലെ പുരാണം എന്ന് വിളിച്ചത്? നമുക്ക് ഈ നോവലിൻ്റെ പുറംതാളൊന്ന് നോക്കാം. ആന ഡോക്ടർ എന്നറിയപ്പെടുന്ന ഡോക്ടർ വി കൃഷ്ണമൂർത്തിയെക്കുറിച്ചുള്ള നോവൽ. ആനകൾക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ച മൃഗഡോക്ടറും വനസംരക്ഷകനുമായിരുന്ന അദ്ദേഹം ലോകമെമ്പാടും ഡോക്ടർ K എന്നറിയപ്പെട്ടു. 100 സിംഹാസനങ്ങൾക്കു ശേഷം ജയമോഹൻ എഴുതിയ ഈ നോവൽ കാട്ടിലെ മൃഗങ്ങൾ സ്വീകരിച്ച ഒരു വൈദ്യന്റെ കഥ പറയുന്നതോടൊപ്പം പാരിസ്ഥിതിക ചങ്ങലയിൽ മനുഷ്യൻ എത്രയോ നിസാരമായ ഒരു കണ്ണി മാത്രമാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുക കൂടി ചെയ്യുന്നു. ആനകളെ വളരെ അടുത്തറിഞ്ഞ ഒരാൾക്ക് ഇതുപോലൊരു പുസ്തകം എഴുതാൻ സാധിക്കൂ. അതായത് നമ്മുടെ ജയമോഹൻ ആനപ്രേമിയാണെന്നർത്ഥം. ആനകളുടെ ചലനം, അവയുടെ ജീവിത രീതി എന്നിവയെല്ലാം ആന ഡോക്ടറെ പോലെ നോവലിസ്റ്റും കാണാപാഠമാക്കിയിരിക്കുന്നു. സുഹൃത്തായ ബഷീർ പറഞ്ഞുകൊടുത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിലും ആന ഡോക്ടറുടെ സഹപ്രവർത്തകന്റെ കണ്ണുകളോടെ എല്ലാം കണ്ട് ആവിഷ്കരിക്കുകയാണ് ജയമോഹൻ ചെയ്തിരിക്കുന്നത്. മലയാളികൾക്ക് ആനയെന്നാൽ അവരുടെ സംസ്കാരത്തിന്റെ ഭാഗം കൂടിയാണ്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിനേക്കാൾ ഈ നോവലിന് ജനപ്രീതി ലഭിക്കുക കേരളത്തിലാണ്. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു പാഠം ഉൾപ്പെടുത്തിയതും. ആന ഡോക്ടർ എന്ന നോവലിലൂടെ ജയമോഹൻ അവതരിപ്പിച്ച ഡോക്ടർ വി കൃഷ്ണമൂർത്തിയെക്കുറിച്ച് നോവലിസ്റ്റ് പറയുന്നത് ഇതാണ്. കാടിന്റെ ആത്മാവ് കണ്ടെത്തിയ ഡോക്ടർ Kയുടെ ജീവിതം പുരാണകഥയെ അനുസ്മരിപ്പിക്കും പോലെ അവതരിപ്പിക്കാൻ ജയമോഹൻ സാധിച്ചു എന്നതാണ് പുസ്തകത്തിന്റെ വിജയം. 100 സിംഹാസനങ്ങൾ എന്ന പോലെ ജയമോഹന്റെ ആന ഡോക്ടർ എന്ന നോവലും കോപ്പിറൈറ്റ് ഇല്ലാതെയാണ് എഴുതിയത്. ഭാഷാപോഷിണിയിൽ പ്രസിദ്ധീകരിച്ച ആന ഡോക്ടർ പുസ്തകമാക്കിയിരിക്കുന്നത് കൈരളി ബുക്സ് ആണ്. പത്തനംതിട്ട ഗവിയിലെ മുൻ ഫോറസ്റ്റ് ഓഫീസറായിരുന്ന ബഷീർ പറഞ്ഞുകൊടുത്ത വിവരങ്ങൾ വെച്ചാണ് ജയമോഹൻ ഡോക്ടർ Kയുടെ ജീവിതം ആവിഷ്കരിക്കുന്നത്. ഒരു സഹപ്രവർത്തകന്റെ അനുഭവത്തിലൂടെയാണ് കഥ വികസിക്കുന്നത്. ആനകൾക്കായി ജീവിച്ച ഒരാളായിരുന്നു ഡോക്ടർ K. ആനകൾക്കായി ജീവിതം മാറ്റിവെച്ച അദ്ദേഹം വന്യമൃഗങ്ങൾ ചാകുമ്പോൾ പോസ്റ്റ്മോർട്ടം വേണം എന്ന ആവശ്യത്തിനായി പോരാടുകയും അതിൽ വിജയിക്കുകയും ചെയ്തു. അങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കാടുകളിൽ ആനകൾ ചരിയുന്നത് വേട്ടയാടലിന്റെ ഫലമായിട്ടാണെന്ന് അറിയുന്നത്. 18 ആനകളുടെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അതിൽ 12 എണ്ണവും വെടിയേറ്റാണ് ചരിഞ്ഞതെന്ന് ബോധ്യപ്പെട്ടു. പാഠഭാഗത്തിലേക്ക് കടക്കാം. ജീവിതത്തിന്റെ പൊരുൾ പാരസ്പര്യത്തിലാണ്. കരുണയോടെയുള്ള ജാഗ്രത അത് കാത്തുവയ്ക്കുന്നു. നമുക്കറിയാം, നമ്മളെല്ലാവരും ജീവിക്കേണ്ടത് പരസ്പരം മനസ്സിലാക്കിയും സ്നേഹത്തോടെയും ഒത്തൊരുമയോടെയുമാണ്. അവിടെ മനുഷ്യനെന്നോ മൃഗങ്ങളെന്നോ വേർതിരിവില്ലാതെ എല്ലാവരെയും നമ്മുടെ സഹജീവികളായി കണ്ട് നമുക്കവയെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും സാധിക്കണം. മുതുമലയിലെ മൃഗഡോക്ടറാണ് K എന്നറിയപ്പെടുന്ന കൃഷ്ണമൂർത്തി. വിനോദസഞ്ചാരികൾ വലിച്ചെറിഞ്ഞ കുപ്പിച്ചില്ല് തടഞ്ഞു കയറി ഗുരുതരാവസ്ഥയിലായ പിടിയാനയെ ഡോക്ടർ K സാഹസികമായി രക്ഷപ്പെടുത്തുന്നു. വർഷങ്ങൾക്ക് ശേഷം ഇതേ അവസ്ഥയിലായ കുട്ടിയാന
അമ്മയെ രക്ഷപ്പെടുത്തിയ ഡോക്ടറുടെ അരികിലേക്ക് മുറിവേറ്റ കാലുമായി കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് എത്തിച്ചേരുന്നു. അപ്പോൾ എന്താണ് സംഭവം? ഈ ഡോക്ടർ ഒരു ആനയെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ആപത്ഘട്ടത്തിൽ. പിന്നീട് എന്താണ്, ആ ആനയുടെ കുഞ്ഞിന് ഒരു അസുഖം വന്ന സമയത്ത്, കാലിൽ കുപ്പിച്ചില് തറച്ച് കയറിയ സമയത്ത് വയ്യാതെയും ഈ ഡോക്ടറുടെ അരികിലേക്ക് ആ ആന കുട്ടിയാനയെയും കൊണ്ട് എത്തിച്ചേർന്നിരിക്കുകയാണ്. 10 മണിക്ക് ഞാൻ ഉറങ്ങാൻ കിടന്നു. ഉറക്കം വരില്ല എന്നായിരുന്നു കരുതിയത്. പക്ഷേ ഏതാനും നിമിഷം കൊണ്ട് നന്നായി ഉറങ്ങാൻ കഴിഞ്ഞിരുന്നു. ഉണർന്നപ്പോൾ മുറിയിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഡോക്ടർ കോട്ടിടുകയായിരുന്നു. നമ്മുടെ ഡോക്ടർ VKയുടെ കഥ ഒരു സഹപ്രവർത്തകന്റെ കണ്ണിലൂടെയാണ് ഈ നോവലിൽ അവതരിപ്പിക്കുന്നത്. ഒരു സഹപ്രവർത്തകൻ പറയുന്ന രീതിക്ക് അല്ലെങ്കിൽ കാണുന്ന രീതിക്കാണ് നോവൽ ഇവിടെ വരച്ചിടുന്നത്. അപ്പോൾ സഹപ്രവർത്തകൻ ഉറങ്ങാൻ കിടന്നിരുന്നു. പെട്ടെന്ന് എന്താണ്, ലൈറ്റ് ഇടുന്ന ശബ്ദം കേട്ടിട്ടോ എന്തോ ഉണർന്നപ്പോൾ മുറിയിൽ ലൈറ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ ഡോക്ടർ എന്താണ്, കോട്ടൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങുകയാണ്. അപ്പം നിങ്ങൾ എത്രമാത്രം ഡോക്ടർക്ക് ആനകളുടെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടായിരുന്നു എന്ന് ആലോചിക്കണം. അല്ലെ, ഒരു അസുഖമാണ്, ആനകൾക്ക് എന്തോ ആപത്ത് വന്നിട്ടുണ്ട് എന്ന് ഉറക്കത്തിൽ പോലും അറിയാനുള്ള കഴിവ് ഈ ഡോക്ടർക്കുണ്ടായിരുന്നു. എന്താണ് ഡോക്ടർ എന്ന് ഞാൻ ചോദിച്ചു. പുറത്ത് ആനയുടെ ശബ്ദം കേൾക്കുന്നു. ചൂര് നോക്കുമ്പോൾ ഇവിടെയുള്ള ആനയല്ല എന്നാണ് തോന്നുന്നത്. ഞാനും എഴുന്നേറ്റ് എൻ്റെ സ്വെറ്റർ എടുത്തിട്ടു. അപ്പോൾ നല്ല തണുപ്പായിരുന്നിരിക്കണം. അതാണ് അവർ കോട്ടൊക്കെ ഇട്ട്, പുലർച്ചെയായിരിക്കും, കോട്ടൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങുന്നു. കാട്ടാനകളോ? ഡോക്ടർ ടോർച്ച് ലൈറ്റ് തെളിച്ചു നോക്കി. പൊതുവെ ഈ വഴിക്ക് കാട്ടാനകൾ വരാറില്ല. ഇവിടെ സെൽവയുടെ ചൂരുണ്ട്. എന്തോ കാരണമുണ്ട്. ഡോക്ടർ ഗംബൂട്ടുകൾ എടുത്തിട്ടു. കതക് തുറന്ന് പുറത്തിറങ്ങി. പുറത്തു നിന്ന് വെള്ളച്ചാട്ടം പോലെ തണുത്ത കാറ്റ് അകത്തേക്ക് വന്നു. ഇരുട്ട് വലിയ കറുത്ത തിരശീല പോലെ തൂങ്ങിക്കിടക്കുന്നു. പുറത്തിറങ്ങിയപ്പോൾ ഞാൻ നക്ഷത്രങ്ങളെ കണ്ടു. കറുത്ത തിരശീലയിലെ സുഷിരങ്ങൾ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കണം, എന്ത് മനോഹരമായിട്ടാണ് ആ ഇരുട്ടിനെ ഈ ഒരു ഭാഗത്ത് വർണ്ണിച്ചിരിക്കുന്നത്. ഒരു കറുത്ത തുണിയില്, ഒരു തിരശീലയിൽ സുഷിരങ്ങൾ പോലെ, ഗോൾഡൻ സുഷിരങ്ങൾ പോലെയാണ് ഇവിടെ ഇരുണ്ട് നിറഞ്ഞ ആകാശത്തിലെ നക്ഷത്രങ്ങളെ വർണ്ണിച്ചിരിക്കുന്നത്. പോരാത്തതിനെന്താണ്, നല്ല തണുത്ത കാറ്റുമുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഡോക്ടർക്ക് അറിയുന്ന ആനയെ തന്നെയാണ്, സെൽവ എന്ന് പറയുന്ന ആനയുടെ അതേ ചൂരാണ് ഇപ്പോൾ ഡോക്ടർക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഓരോ ആനയെയും അടുത്തറിയാനുള്ള കഴിവ് നമ്മുടെ ഡോക്ടർക്ക് ഉണ്ടായിരുന്നു. പിന്നെ കറുപ്പിൽ കറകൾ പോലെ രൂപങ്ങൾ തെളിഞ്ഞു. അവ മുഴുത്ത് കാട്ടിൻ്റെ വിളുമ്പായി, മരങ്ങളായി, ചില്ലകളും ഇലകളുമായി. പിന്നിൽ ആകാശം ചാരനിറത്തിൽ തെളിഞ്ഞു. ഡോക്ടർ അതിനിടയ്ക്ക് ആനകളെ കണ്ടുകഴിഞ്ഞിരുന്നു. അപ്പോൾ രാത്രിയിൽ നമുക്ക് തെളിയുന്ന രൂപങ്ങളെയാണ് ഇവിടെ പറഞ്ഞത്. എന്താണ്, കറുത്ത കറകൾ പോലെ കുറേ രൂപങ്ങളായിരുന്നു. പക്ഷെ അതെന്തിൻ്റെയൊക്കെ ആയിരുന്നു? മരങ്ങളുടെയും ചില്ലകളുടെയും ഇലകളുടെയും ഒക്കെ ആയിരുന്നു. അതിനിടയ്ക്ക് നമ്മുടെ ഡോക്ടർ കാട്ടാനകളെ കണ്ടു. ചെറിയ കുട്ടിയാണല്ലോ എന്ന് പറഞ്ഞു. എവിടെ എന്നു ഞാൻ ചോദിച്ചു. 2 വയസ്സ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ ദിക്കിലേക്ക് ഞാൻ സൂക്ഷിച്ചു നോക്കി. എൻ്റെ മാറോളം പൊക്കമുള്ള ആനക്കുട്ടിയെ ഇരുട്ടിൻ്റെ ഉള്ളിൽ ഇരുട്ടിൻ്റെ ചലനമായി ഞാൻ കണ്ടു. ഈ ഞാൻ ആരാണ്? സഹപ്രവർത്തകനാണല്ലേ. അപ്പം സഹപ്രവർത്തകനിലൂടെയാണ് കഥ പറയുന്നത്. അപ്പോൾ ഡോക്ടർ കാണിച്ചു തന്ന ദിക്കിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ ഒരു ചെറിയൊരു കുട്ടിയാനയുണ്ട്. എത്ര വയസ്സ് പ്രായമുണ്ട് എന്നാ ഡോക്ടർ പറഞ്ഞത്? 2 വയസ്സല്ലേ. അങ്ങനെ ഈ പ്രായത്തിൽ കുട്ടി ഒറ്റയ്ക്ക് വരാറില്ലല്ലോ എന്നു ഞാൻ പറഞ്ഞു. ഡോക്ടർ അടുത്തേക്ക് നടന്നു. ഇരുട്ടിൽ വിളക്കു തെളിച്ചാൽ പിന്നെ കണ്ണു കാണാതെയാവും. അതുകൊണ്ട് കണ്ണുമിഴിച്ചു നോക്കി ഞങ്ങൾ നടന്നു. അപ്പോൾ ഈ ഇരുട്ടിൽ നമുക്കറിയാമല്ലേ, അത്രത്തോളം കൂരിരുട്ടാണെങ്കിൽ അതിൽ വെളിച്ചം നമ്മൾ തെളിക്കുന്ന സമയത്ത് നമുക്ക് ഒന്നുകൂടെ കണ്ണുമിഴിച്ചാലേ കൂടുതൽ കാഴ്ചകൾ വ്യക്തമാകും. അപ്പോൾ അവർ കണ്ണുമിഴിച്ച് മുന്നോട്ട് നടക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ നിലത്തെ ഉരുളൻ കല്ലുകളുടെ മിനുസവും ഇലകളുടെ എണ്ണത്തിളക്കവും കണ്ടു തുടങ്ങി. ആനക്കുട്ടി പതുക്കെ അമറിക്കൊണ്ട് തുമ്പിക്കൈ നീട്ടി മണം പിടിച്ചു. ഈസി ഈസി എന്ന് ഡോക്ടർ പറഞ്ഞു. കൈ രണ്ടും പിന്നിൽ നീട്ടി അദ്ദേഹം അതിൻ്റെ അടുത്തേക്ക് നടന്നു. നമുക്കറിയാം ആ ഒരു രീതി, അദ്ദേഹത്തിൻ്റെ ആ നടത്തത്തിൻ്റെ രീതിയാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹം 2 കൈയും എന്താണ് മുന്നിൽ നീട്ടിക്കൊണ്ടാണ് ആ കുഞ്ഞിനെ എടുക്കാൻ എന്ന രീതിക്ക്, ഒരു കുഞ്ഞിനെ പോലെയാണ് ആ ആനക്കുട്ടിയെ കാണുന്നത്. എന്നിട്ട് അതിൻ്റെ അടുത്തേക്ക് നടന്നു.
ആനക്കുട്ടി തലയാട്ടി ജെയ്സി പശു കരയുന്ന ഒച്ചത്തിൽ ചിഹ്നം വിളിച്ചു. കാരണം ചെറുതാണല്ലേ, അപ്പൊ അതിന് വലിയ ആനകൾ ചിഹ്നം വിളിക്കുന്ന അതേ ശബ്ദത്തിൽ എന്താണ് ചിഹ്നം വിളിക്കാൻ പറ്റില്ല. ഇവിടെ എന്താണ് ഒരു ജേഴ്സി പശു കരയുന്ന രീതിക്ക് അമറി എന്നാണ് പറയുന്നത്. കാലിൽ വ്രണമുണ്ട് അല്ലെ. വ്രണം എന്ന് വെച്ചാൽ എന്താണ്, പഴുത്ത് അത്രത്തോളം എന്താണ് അസഹനീയമാകുന്ന രീതിയാകുമ്പോഴാണ് വ്രണമാകുക. പഴുക്കുക എന്ന് തന്നെ അർത്ഥം എന്ന് ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ അടുത്തേക്ക് ചെന്നപ്പോൾ തുമ്പിക്കൈ നീട്ടി അദ്ദേഹത്തെ തൊട്ടു. അല്ലേ, എന്താ പറയുക, കരുതലോടെ എന്നെ രക്ഷിക്കണേ എന്നുള്ള രീതിയിലായിരിക്കണം, അല്ലെങ്കിൽ അത്ര വേദന കൊണ്ടായിരിക്കണം. അതിൻ്റെ ദേഹം ഉലയുന്നത് കണ്ടു. ഡോക്ടർ എന്നോട് നിന്നോളൂ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്ന് കാതിൽ പിടിച്ചു. അപ്പം എന്താണ്, എല്ലാവരും കൂടെ അടുത്തേക്ക് വരണ്ട, അതിനെ പേടിപ്പിക്കേണ്ട എന്നുള്ള രീതിക്ക് സഹപ്രവർത്തകനോട് അവിടെ നിന്നോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡോക്ടർ VK അടുത്തേക്ക് പോയി. എന്നിട്ട് അതിൻ്റെ ചെവിയിൽ എന്താണ് സ്നേഹത്തോടെ ഒന്ന് പിടിച്ചു. തിരകളിലെ തോണി പോലെ അതിൻ്റെ ശരീരം ഉലഞ്ഞാടി. തുമ്പിക്കൈ അസ്വസ്ഥമായി പുളഞ്ഞു. അദ്ദേഹം അതിൻ്റെ മുഖത്ത് തൊട്ടപ്പോൾ തുമ്പിക്കൈ അദ്ദേഹത്തിൻ്റെ തോളിൽ വീണ് മലമ്പാമ്പ് പോലെ. അപ്പം എന്ത് മനോഹരമായിട്ടാണ് ഓരോ ഭാഗവും നമ്മുടെ എഴുത്തുകാരൻ വർണ്ണിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ നോക്കുക. അപ്പം എങ്ങനെയാണ് നമ്മുടെ ആനക്കുട്ടിയുടെ ശരീരം എന്ന് പറയുന്നത് ഒരു തോണി പോലെ എന്താണ് ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ, പുഴയിലെ ഓളങ്ങൾക്കനുസരിച്ച്. അങ്ങനെ അദ്ദേഹം അടുത്ത് ചെന്നപ്പോഴത്തേക്ക് തുമ്പിക്കൈ എന്താണ് ഒരു പെരുമ്പാമ്പ് പിടിക്കുന്നത് പോലെ കഴുത്തിൽ പിടിച്ചു. രക്ഷിക്കണമെന്ന ഭാവത്തിലായിരിക്കണം. എന്നിട്ട് എന്ത് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം? ഡോക്ടർക്ക് ആനയുടെ വായിലെ ചുവന്ന ഭാഗത്ത് സൂചിയുടെ മുന എറിഞ്ഞ് തറപ്പിച്ചതിനു ശേഷം പമ്പ് പിടിപ്പിച്ച് മരുന്ന് കടത്തി. അപ്പോൾ ഇങ്ങനെയാണ് ആനയെ മയക്കുക എന്നുള്ളതാണ് ഈ ഭാഗത്ത് പറയുന്നത്. കുറേ സമയം അത് അസ്വസ്ഥമായി ആടിക്കൊണ്ടിരുന്നു. മയങ്ങുന്നത് വരെയുള്ള അതിൻ്റെ ബുദ്ധിമുട്ടുകളാണ് ഇനി പറയുന്നത്. കുട്ടിയാനകൾ എന്തിനാണ് തുമ്പിക്കൈ 2 കാലിൻ്റെ നടുക്കും മുൻപോട്ടുമായി ഉലഞ്ഞാടിക്കുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു. ഇടയ്ക്ക് എന്നെ ഒന്ന് തൊട്ടു നോക്കിയാൽ കൊള്ളാം എന്ന് അത് ശ്രമിച്ചു. തുമ്പിക്കൈ കുഴഞ്ഞ് തളരുന്നത് കണ്ടു. കാതുകളുടെ അനക്കം നിലച്ച് പിന്നെയും തുടങ്ങി. കാല് തെറ്റി വീഴാൻ പോയി. ഞെട്ടി കണ്ണു തുറന്ന് എന്നെ നോക്കി 4-5 തവണ നെടുവീർപ്പിട്ടു. തുമ്പിക്കൈ നിലത്തു വീണ് ഊതി മണ്ണ് പറപ്പിച്ചു. പിന്നെ അത് പതുക്കെ മുട്ടുകുത്തിയിരുന്ന് വലതുവശത്തേക്ക് ചരിഞ്ഞു വീണ് നിശ്ചലമായി. അങ്ങനെ നമ്മുടെ കുട്ടി ആനയെ മയക്കിക്കടത്തി. നീ പോയി ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് അതിൻ്റെ കാതിലൊഴുക്കി. കുട്ടിയാണ്, കാത് നിലച്ചാൽ തലയ്ക്ക് ചൂട് കയറിയേക്കും, ഡോക്ടർ പറഞ്ഞു. അപ്പം എന്തൊരു ശ്രദ്ധയായിരിക്കണം എന്ന് ആലോചിക്കാം. ഞാൻ കുളിമുറിയിലേക്ക് ഓടി. ഞാൻ മടങ്ങി വന്നപ്പോൾ ഡോക്ടർ ആനയുടെ കാലുകൾ ശ്രദ്ധിച്ചു നോക്കുകയായിരുന്നു. ഞാൻ ആനയുടെ കാതുകൾ നനച്ചു. പിന്നെയും കുപ്പി തന്നെ. ആനകൾക്ക് അധികവും വരുന്ന അപകടം എന്ന് വെച്ചാൽ മനുഷ്യന്മാർ വരുത്തി വെക്കുന്നതാണ്. സ്വതവേ ആനകളുടെ കാലിൽ ചില്ല് തറയ്ക്കുന്നത് പോലെ ഇപ്രാവശ്യവും കുപ്പിച്ചില്ല് തന്നെയാണെന്ന് ആ സഹപ്രവർത്തകൻ കണ്ടു. പിന്നെയും കുപ്പി തന്നെ, പക്ഷെ വലുതല്ല, പുണ്ണ് ചീഞ്ഞിട്ടുമില്ല. ഡോക്ടർ പറഞ്ഞു. വിളക്ക് പിടിച്ചോളൂ. ഞാൻ ടോർച്ച് വാങ്ങി വെട്ടം കാട്ടി. കുപ്പിയുടെ അറ്റം എനിക്ക് കാണാനായി. ആന ശ്രദ്ധിച്ച് കാലൂന്നിയാണ് നടന്നിരുന്നതെന്ന് തോന്നി. അതായത് അത്രത്തോളം കുപ്പിച്ചില് കയറിയെങ്കിലും അത് ഉള്ളോട്ടാവാതിരിക്കാൻ അത്രത്തോളം ശ്രദ്ധിച്ചായിരിക്കണം അത് ഇത്ര ദൂരെയും നടന്നു വന്നിട്ടുണ്ടായിരിക്കുക. ഭാരം കുറഞ്ഞ കുട്ടിയുമാണ്. ഡോക്ടർ ഫോർസെപ്പ് കൊണ്ട് ആ ചില്ലിൽ പിടിച്ച് വലിച്ചെടുത്തു. ചോരയുടെ ഗന്ധം. ചില്ല് പൊട്ടിയിട്ടില്ലെന്നാ തോന്നുന്നത്. ഭാഗ്യം. ഡോക്ടർ വ്രണത്തിന്റെ ഉള്ളിൽ കൈയിട്ട് നന്നായി തിരഞ്ഞു. വെൽ, ഓൾമോസ്റ്റ് ക്ലീൻ, ലക്കി ഗായ്. അപ്പം ചില്ലൊന്നും ഉള്ളിൽ പെടാതെ മൊത്തത്തിൽ ഡോക്ടർ എന്താണ് സസൂക്ഷ്മം അത് എടുത്തു കളഞ്ഞു. പഞ്ഞിയിൽ മരുന്ന് നനച്ച് പുണ്ണിൽ തിരുകി കയറ്റി. അപ്പോൾ ആനക്കുട്ടി ഒന്നനങ്ങി. മയക്കത്തിലും അത്രത്തോളം വേദനയുണ്ടായിരുന്നിരിക്കണം. ഹീ ഈസ് അവേക്ക്. ഞാൻ കുറച്ച് മരുന്നാണ് കൊടുത്തത്. ഡോക്ടർ ആനയുടെ ചെറിയ കൊമ്പുകളിൽ തൊട്ട് ഹീ ഈസ് എ ടസ്കർ, മൈ ആൽഫ മെയിൽ എന്ന് പറഞ്ഞു. കുട്ടിയുടെ തുമ്പിക്കൈയിൻ്റെ മൂക്ക് അനങ്ങിക്കൊണ്ടിരുന്നു. 1 മണിക്കൂർ കൊണ്ട് എഴുന്നേറ്റ് നടക്കും. കാലത്ത് മുതുമലയിലേക്ക് മടങ്ങും, ഡോക്ടർ പറഞ്ഞു. മുതുമലയിലേക്കോ? ഞാൻ ചോദിച്ചു. അതെ, അവൻ അവിടെ നിന്നല്ലേ വന്നിട്ടുള്ളത്, ഡോക്ടർ പറഞ്ഞു. നീ അവനെ മുൻപ് കണ്ടിട്ടുണ്ട്. ഞാൻ സൂക്ഷിച്ചു നോക്കി. ഇവനെയോ? അതെ,
മുഖം കണ്ടാൽ അറിയില്ലേ, 1.5 കൊല്ലം മുൻപ് മുതുമലയിൽ ഒരു വലിയ ആനയ്ക്ക് ഇതുപോലെ കുപ്പിച്ചില്ല് വലിച്ചെടുത്തില്ലേ? അപ്പോൾ ഒപ്പമുണ്ടായിരുന്ന കുഞ്ഞ് ഇവനാണ്. ഇപ്പോൾ ചെറിയ കൊമ്പുകളൊക്കെ മുളച്ച് ആളായി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിക്കാം, എന്തുകൊണ്ടാണ് ഈ മനുഷ്യനെ നമ്മൾ അറിയണം എന്ന് നോവലിസ്റ്റ് നമ്മുടെ എഴുത്തുകാരൻ ആഗ്രഹിച്ചത് എന്ന്. ഒരു ആനയെ പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റും, ആനകളെ. പക്ഷേ ഇദ്ദേഹത്തിന് ഓരോ ആനകളുടെയും അവരുടെ മക്കളെയും ചെറുപ്പത്തിൽ കണ്ടതുപോലും അദ്ദേഹത്തിന് ഓർമ്മയിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെയും നോക്കി, ആനയുടെ മുഖം എങ്ങനെയാണ് തിരിച്ചറിയുക? ഡോക്ടർ ചിരിച്ചു. ഇപ്പം മനസ്സിലായില്ലേ ആനയുടെ കഴിവ്? ആന എത്ര മനുഷ്യമുഖങ്ങളാ ഓർമ്മിച്ചു വെക്കാറുള്ളത്. നമ്മളൊക്കെ പറയാറുണ്ടല്ലേ, ചില പട്ടികൾക്കോ നായ്കൾക്കോ ഭക്ഷണം കൊടുത്താൽ എത്ര കാലം കഴിഞ്ഞിട്ടാണെങ്കിലും ആ സ്നേഹം അവ കാട്ടും. അതുപോലെയാണ് ഓരോ മൃഗങ്ങളും. അവയ്ക്ക് അവരെ സംരക്ഷിച്ചവരെ, അവരെ സ്നേഹിച്ചവരെ, ആപത്തിൽ നിന്ന് രക്ഷിച്ചവരെ ഒന്നും അവർക്ക് ഒരു കാലത്തും മറക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അന്ന് രക്ഷിച്ച ആ അമ്മ ഇന്ന് തൻ്റെ കുഞ്ഞിനെയുമായിട്ട് ഈ ഒരു ഡോക്ടറുടെ അടുത്ത് തന്നെ തിരഞ്ഞു പിടിച്ചെത്തിയത്. ഡോക്ടർ എഴുന്നേറ്റ് കൈകൾ തൂത്തു. ഇത്രയും ദൂരം താങ്കളെ തേടി വന്നതാണോ? അമേസിങ് എന്ന് ഞാൻ പറഞ്ഞു. പാവം, നല്ല വേദനയുണ്ടാവും. ഈ കുപ്പിച്ചില്ലും കൊണ്ട് എങ്ങനെയാണ് ഇത്ര ദൂരം ഇവൻ നടന്നത്? ഡോക്ടർ, ആന അങ്ങനെയാണ്. അവ ജീവിക്കുന്നത് കൂടുതൽ വലിയ ലോകത്താണ് എന്ന് പറഞ്ഞു. ആനകളുടെ ഓർമ്മയെപ്പറ്റിയും ചെറിയ അടയാളങ്ങളെ പോലും മനസ്സിലാക്കി അവ കിലോമീറ്ററുകളോളം യാത്ര ചെയ്യുന്നതിനെ പറ്റിയും ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് 100 കിലോമീറ്റർ നടക്കാനാവും. 300 കിലോമീറ്റർ നടന്ന് ഒരാളെ അന്വേഷിച്ചു പോയ ആനയുടെ കഥ ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആനയുടെ അപാര കഴിവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആനകൾക്ക് നമ്മളെപ്പോലെ തന്നെ ചിന്തിക്കാനും ഓർമ്മിച്ചു വെക്കാനും കഴിവുണ്ട് എന്നുകൂടെയാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. കൂടാതെ മനുഷ്യനില്ലാത്തൊന്നും, സ്നേഹവും അതുപോലെ സഹായിച്ചവരെ മറന്നു പോകാതിരിക്കാനുള്ള മനസ്സും അവർക്കുണ്ട്. എന്നാലും മുതുമലയിൽ നിന്ന് എങ്ങനെയാണ് അവ വന്നത് എന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. ഞങ്ങൾ പോയത് ജീപ്പിലായിരുന്നു. അത് നടന്ന് 1.5 കൊല്ലം കഴിഞ്ഞു. അന്ന് ഇവര് മുതുമലയിലേക്ക് പോയത് അന്ന് ജീപ്പിലായിരുന്നു. അത്ര ദൂരമുണ്ടായിരുന്നു. ഇപ്പോഴിതാ അവിടെ നിന്ന് ആനകൾ നടന്ന് ഇവിടേക്ക് അവരെ കാണാൻ എത്തിയിരിക്കുന്നു. എന്തൊരത്ഭുതം എന്ന് ആ ഒരു സഹപ്രവർത്തകൻ ചിന്തിച്ചു. മുതുമലയിൽ നിന്ന് ടോപ്പ് സ്ലിപ്പിലേക്ക് വരണമെങ്കിൽ വഴി 10 സ്ഥലമെങ്കിലും ഗ്രാമങ്ങൾക്കുള്ളിൽ കയറണം. 4 റോഡ് മുറിച്ച് കടക്കണം. ഞങ്ങൾ മടങ്ങി വീടിൻ്റെ ഉള്ളിൽ കയറുന്നതിനു മുൻപ് ഡോക്ടർ കെ തിരിഞ്ഞു നോക്കി. ഇരുട്ടിൽ കറുത്ത ചലനങ്ങൾ കണ്ടു. അതായത് ഇവർ ആ ആനകളെ ശുശ്രൂഷിച്ച് വീട്ടിലേക്ക് കയറി. ഒന്നുകൂടെ തിരിഞ്ഞു നോക്കിയ സമയത്ത് ആനകൾ അവിടെ നടക്കുകയായിരുന്നു. അതാണ് ചലനങ്ങൾ കണ്ടു എന്ന് പറയുന്നത്. ഒരു വലിയ ആനക്കൂട്ടം തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ടോർച്ചടിച്ച് പൊന്തിച്ചപ്പോൾ നോ എന്ന് ഡോക്ടർ കെ പറഞ്ഞു. ആനകൾ കുട്ടിയുടെ അടുക്കലെത്തി അതിനെ വളഞ്ഞു നിന്നു. അങ്ങനെ നമ്മുടെ ആനകളെല്ലാം അതിൻ്റെ എല്ലാ കുടുംബക്കാരെ പോലെ എല്ലാ ആളുകളും ആ കുഞ്ഞിനെ ശുശ്രൂഷിക്കുന്ന രീതിയിൽ അതിന് ചുറ്റുമായിട്ട് നിന്നു. വിളിച്ചു കൊണ്ടു പോകട്ടെ, വരൂ, ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾ ഉള്ളിലേക്ക് കടക്കാൻ തിരിഞ്ഞപ്പോൾ പെട്ടെന്ന് 30ഓളം ആനകൾ ഒരുമിച്ച് തുമ്പിക്കൈ പൊക്കി ചിഹ്നം വിളിച്ചു. എൻ്റെ ദേഹം വിറച്ചു. കോൾമയിർ കൊണ്ട് കണ്ണുനീരോടെ ഞാൻ നിന്നു. അറിയാതെ 2 കൈകളും നെഞ്ചോട് ചേർത്ത് കൂപ്പി. ആനക്കൂട്ടം പിന്നെയും ചിഹ്നം വിളി മുഴക്കി. അതെ, ദേവദുന്ദുഭികൾ മുഴങ്ങി. മാനത്തെ പെരുമ്പറകൾ ഗർജിച്ചു. കറുത്ത ആകാശത്ത് ആനമുഖമുള്ള കറുത്ത ദേവഗണങ്ങളുടെ മുഖങ്ങൾ തെളിഞ്ഞു. വരൂ എന്ന് എൻ്റെ തോളത്ത് മുട്ടിയിട്ട് ഡോക്ടർ കെ അകത്തേക്ക് കടന്നു. അപ്പോൾ ആലോചിക്കണം, ഒന്നും പ്രതീക്ഷിക്കാതെ ആളുകൾക്ക് സഹായം ചെയ്യുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. മിണ്ടാപ്രാണികൾക്ക് സഹായമാകുന്ന ഒരു വലിയൊരു മനുഷ്യനെയാണ് ഈ ഒരു പാഠഭാഗത്തിലൂടെ നാം പരിചയപ്പെടുന്നത്. നാം എല്ലാവരും ആനയെ സ്നേഹിക്കാത്തവരായി ആരും ഉണ്ടാകില്ല. അപ്പം നാം അറിഞ്ഞിരിക്കേണ്ട ഒരു വ്യക്തിത്വം തന്നെയാണ് നമ്മുടെ ഡോക്ടർ വി കെ എന്നറിയപ്പെടുന്ന വി കൃഷ്ണമൂർത്തി. അപ്പോൾ ഇതൊരു പുരാണം തന്നെയായിട്ട് നമുക്ക് പറയാമല്ലേ. ഇതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ആ ഒരു ജീവചരിത്രം തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്.
crazy if you think that I'ma slow down. Don't wanna hear it talking shit.